സംസ്ഥാനത്ത് മലയോര മേഖലയിലടക്കം അതിശക്തമായ മഴ തുടരുകയാണ്. മഴക്കെടുതിയിൽ ആലപ്പുഴയിൽ ഒരാൾ മരിച്ചു. ഹരിപ്പാട് മത്സ്യബന്ധനത്തിന് പോയ പള്ളിപ്പാട് സ്വദേശി സ്റ്റീവാണ് മരിച്ചത്. തിരുവനന്തപുരം പേരൂർക്കടയിൽ മരം വീണ് 4 പോലീസുകാർക്ക് പരിക്കുപറ്റി. SAP ക്യാമ്പിലെ പോലീസുകാർക്കാണ് പരിക്കേറ്റത്. കൊല്ലം ആദിച്ചനല്ലൂരിൽ ഒരു ദുരിതാശ്വാസ ക്യാമ്പ് കൂടി തുറന്നിട്ടുണ്ട്. പത്തനംതിട്ട അപ്പർ കുട്ടനാട്ടിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാണ്. പമ്പയാറ്റിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ആറന്മുള എഴിക്കാട് കോളനിയിൽ വെള്ളം കയറി. ആലപ്പുഴ അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതയിൽ നെടുമ്പ്രം റോഡിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഇടുക്കി ഡാമിൽ ജലനിരപ്പ് 2343.78 അടിയായി. സംഭരണശേഷിയുടെ 40.62% ജലനിരപ്പ്. കുട്ടനാടാണ് അതീവ ദുരിതത്തിലാവുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അവിടെ 800-ലധികം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു എന്നതാണ് ഒടുവിലായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഒപ്പം തന്നെ നിരവധി ദുരിതാശ്വാസ ക്യാമ്പുകളും ആരംഭിച്ചിട്ടുണ്ട്. 27-ലധികം ദുരിതാശ്വാസ ക്യാമ്പുകളും ആരംഭിച്ചിട്ടുണ്ട്. കുട്ടനാടിൻ്റെ ഒട്ടുമിക്ക പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് അതിരൂക്ഷമായി തന്നെ തുടരുന്നു എന്നതാണ് സാഹചര്യം. അപ്പർ കുട്ടനാടൻ മേഖലയിലും വെള്ളക്കെട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കുട്ടനാടിൻ്റെ സാഹചര്യം അതിലും ദയനീയമാണ്. ശരണ്യ സ്നേഹിതൻ ചേരുന്നു ആലപ്പുഴയിൽ നിന്ന്. ശരണ്യ, കുട്ടനാടാണ് മഴക്കെടുതിയുടെ ഏറ്റവും ക്ലേശകരമായ ചിത്രം നമ്മൾ എല്ലാ വർഷവും കാണുന്നത്. ഇത്തവണ അതിലേക്ക് കടന്നു കഴിഞ്ഞു. എന്താണ് അവിടുത്തെ പൊതുസ്ഥിതി? ദുരിതാശ്വാസ ക്യാമ്പുകളുടെ അവസ്ഥ എന്താണ്? തീർച്ചയായിട്ടും സജിത്ത്, വളരെ നേരത്തെ തന്നെ അത്തരം ഒരു പ്രതിസന്ധിയിലേക്ക് കുട്ടനാട് എത്തുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തുടരുന്ന ശക്തമായ മഴയാണ് കുട്ടനാട് അപ്പർ കുട്ടനാട് മേഖലകളിൽ ഇപ്പോൾ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന സാഹചര്യം ഉണ്ടാക്കിയിട്ടുള്ളത്. പമ്പയാറിന്റെ തീരപ്രദേശങ്ങളിലും താമസിക്കുന്ന ആളുകൾക്കാണ് ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടായിട്ടുള്ളത്. ഒപ്പം തന്നെ കൈനഗിരി അടക്കമുള്ള താഴ്ന്ന പ്രദേശങ്ങളും വെള്ളത്തിലായിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാഹചര്യം ഇന്നുണ്ടായിരുന്നു വെച്ചാൽ പള്ളിപ്പാട് സ്വദേശിയായ 23-കാരൻ വെള്ളക്കെട്ടിൽ വീണ് മരിച്ചു എന്നുള്ളതാണ്. രാവിലെ 3 സുഹൃത്തുക്കളുമായി 3 പേർ ചേർന്നാണ് മത്സ്യബന്ധനത്തിനായി പോയത്. തുടർന്ന് ഈ വള്ളം മറിയുകയും 2 പേർ രക്ഷപ്പെടുകയും ചെയ്തു. ഇതിൽ 23-കാരനായ പള്ളിപ്പാട് സ്വദേശി സ്റ്റീവ് മരണപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, ഇന്നലെ വൈകിട്ടോടുകൂടി ആലപ്പുഴ പോഞ്ഞിക്കരയിലെ ഗൃഹനാഥൻ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അദ്ദേഹത്തിന് 70 വയസ്സായിരുന്നു. വീട്ടിൽ വെള്ളം കയറിയതിനെ തുടർന്ന് പോഞ്ഞിക്കരി ഭാഗത്തുള്ള ആ വീട്ടിൽ നിന്നും ആളുകളെ നീക്കം ചെയ്യുകയായിരുന്നു. തുടർന്ന് മകൻ, അമ്മയെയും സഹോദരിയും അടക്കമുള്ള ആളുകൾ മറ്റൊരു ബന്ധുവീട്ടിലേക്ക് എത്തിച്ച ശേഷം അനിരുദ്ധനെ വിളിക്കാനായി വീട്ടിലേക്ക് എത്തി. അവിടെയാണ് അദ്ദേഹം വെള്ളക്കെട്ടിൽ വീണ നിലയിൽ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത്. അത്തരം ഒരു സാഹചര്യം 2 മരണം ഇന്നലെയും ഇന്നുമായി ആലപ്പുഴയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. 851 കുടുംബങ്ങളാണ് ദുരിതാശ്വാസ ക്യാമ്പുകൾ 26 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 851 കുടുംബങ്ങളാണ് ഇപ്പോൾ കുട്ടനാട്, അമ്പലപ്പുഴ, ഒപ്പം തന്നെ കാർത്തികപ്പള്ളി താലൂക്കുകളിലായി ഉള്ളത്. ഇതിൽ ഏറ്റവും കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിരിക്കുന്നത് കുട്ടനാട് താലൂക്കിലാണ്. 715 കുടുംബങ്ങളാണ് ഇത്തരത്തിൽ 10 ക്യാമ്പുകളിലായി ഉള്ളത് എന്നുള്ളതാണ്. ഇത്തരത്തിൽ ആലപ്പുഴയിലെ സാഹചര്യത്തിൽ ഇപ്പോൾ ഒരു മഴയ്ക്ക് ശമനമുണ്ടെങ്കിൽ പോലും കിഴക്കൻ മേഖലയിൽ നിന്ന് ഒഴുകിയെത്തുന്ന വെള്ളം, അതായത് ഇടുക്കി ഒപ്പമുള്ള കിഴക്കൻ മേഖല, പത്തനംതിട്ട ജില്ലകളിൽ നിന്നും പെയ്തിറങ്ങുന്ന മഴ തീർച്ചയായും ഈ ആലപ്പുഴയിലെ തോട്ടപ്പള്ളി വഴിയാണ് പുറന്തള്ളുന്നത്. ഈ തോട്ടപ്പള്ളിയുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ മണൽ നീക്കമില്ലാത്തത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. പൊഴിമുഖത്ത് മണൽ നീക്കപ്പെടുന്നുണ്ടെങ്കിലും അതിലേക്ക് ഈ പൊഴിമുഖത്തേക്ക് വെള്ളം എത്തിക്കുന്ന കൈവഴികളിലെ മണൽ നീക്കം നടക്കുന്നില്ലെന്നുള്ള ആരോപണം ശക്തമായിരുന്നു. ആ ഘട്ടത്തിൽ ഇത്തരത്തിൽ പലയിടങ്ങളിലും അത്തരം ഒരു ഒഴുക്ക് സുഗമമല്ലാത്തത് തോട്ടപ്പള്ളിയിലേക്ക് പരമാവധി ജലം എത്തിക്കാൻ കഴിയാത്ത സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെയാണ് അപ്പർ കുട്ടനാടൻ മേഖലകളിൽ ഇപ്പോൾ ഈ പ്രതിസന്ധി നിലനിൽക്കുന്നത്. എന്തായാലും കിഴക്കൻ മേഖലകളിൽ എത്തുന്ന വെള്ളം കുട്ടനാടിൽ കൂടെ ഒഴുകി നീങ്ങിയാൽ മാത്രമേ ആ ഒരു വെള്ളക്കെട്ടിന് ശമനം ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ നെടുമ്പ്രം മേഖലയിലേക്കുള്ള അമ്പലപ്പുഴ തിരുവല്ല ദേശീയ സംസ്ഥാന പാതയിലാണ് ഇപ്പോൾ പ്രശ്നം സൃഷ്ടിച്ചിട്ടുള്ളത്. AC റോഡിന്റെ പല ഭാഗങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ റൂട്ട്, അതായത് തിരുവല്ലയിലെ അമ്പലപ്പുഴ തിരുവല്ല റൂട്ടിലുള്ള ബസ്സുകൾ നെടുമ്പ്രം വരെ ഇനി പോവുകയുള്ളൂ. ആ ഭാഗത്തേക്ക് ഇനി കടക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ആ മേഖലയിലുള്ള ആളുകൾ ഒരു ഒറ്റപ്പെട്ട അവസ്ഥയുണ്ട്. പ്രത്യേകിച്ച് ചക്കുളത്തുകാവ് അടക്കമുള്ള
താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുള്ള സാഹചര്യം ഇന്നലെ തന്നെ രൂപപ്പെട്ടിരുന്നു. അത്തരത്തിൽ വിവിധ ഇടങ്ങളിലായുള്ള ഒരു പ്രതിസന്ധിയാണ് ആലപ്പുഴയിൽ നിൽക്കുന്നത്. അതിനോടൊപ്പം തന്നെ തീരദേശ മേഖലകളിൽ അതിശക്തമായ കടൽക്ഷോഭവും അനുഭവപ്പെടുന്നു എന്നുള്ളതാണ്. ഈ കടൽക്ഷോഭം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ തോട്ടപ്പള്ളി പൊഴി വഴി ജലം പുറത്തേക്ക് തള്ളാൻ ശ്രമിക്കുമ്പോഴും തിരിച്ചടിച്ചു കയറുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിലായി തുടരുന്ന ഒരു മഴ അത് ഒരു വലിയ പ്രതിസന്ധി തന്നെ ആലപ്പുഴ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാക്കുന്നുണ്ട്. സജിത്. യെസ്, ആലപ്പുഴയുടെ ചിത്രം അതാണ്. കുട്ടനാട് ഏറ്റവും ദുരിതത്തിലേക്ക് പോകുന്നു എന്നതാണ്. അപ്പർ കുട്ടനാടൻ മേഖലകളിലും സമാനമായ സ്ഥിതിയാണുള്ളത്.